ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കോപ്പ് ചൈനിങ്ങും അതുപോലെ തന്നെ ലെക്സിക്കൽ എൻവയറമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ പറയുന്നതിലൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷേ ഇന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ നമ്മൾ സ്കോപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരു വേരിയബിൾ നമ്മൾ എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ സ്കോപ്പ്. ആ സ്കോപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് പഠിച്ചിട്ടുണ്ട്. അതായത് ഗ്ലോബൽ സ്കോപ്പ് ഉണ്ട്, അതുപോലെ ലോക്കൽ സ്കോപ്പ് ഉണ്ട്. ലോക്കൽ സ്കോപ്പാണ് ഈ ഫങ്ഷൻ സ്കോപ്പും. പിന്നെ അതുപോലെ ബ്ലോക്ക് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ സ്കോപ്പുകളുണ്ട്. എന്ത് ഈ പറഞ്ഞ സ്കോപ്പ് മീൻസ് സ്കോപ്പിൽ പല ടൈപ്പ് ഓഫ് ഉണ്ട്. അതിലൊന്നും ഗ്ലോബൽ സ്കോപ്പാണ് പറഞ്ഞത്, പിന്നെ ലോക്കൽ സ്കോപ്പ്, ബ്ലോക്ക് സ്കോപ്പ്. ഓക്കെ, ഈ ബ്ലോക്ക് സ്കോപ്പും അതുപോലെ തന്നെ ഗ്ലോബലും ലോക്കൽ സ്കോപ്പൊക്കെ കഴിഞ്ഞ നമ്മളെ ബേസിക് കോഡിങ്ങിൽ പറഞ്ഞതാണ്. കുഴപ്പമില്ല, എങ്കിലും ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ബേസിക് നിലയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഒരു ഗ്ലോബൽ സ്കോപ്പ് എന്ന് വെച്ചാൽ ഇപ്പം നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലോ, ബ്ലോക്ക് എന്താ നമുക്കറിയാം, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അത് ബ്ലോക്കായി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും അല്ലാതെ പുറത്താണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്ലോബൽ സ്കോപ്പും, അത് നമുക്ക് എവിടെയും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഗ്ലോബൽ സ്കോപ്പും. ഇനി ലോക്കൽ സ്കോപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻ സ്കോപ്പ്. ഓക്കെ, ലോക്കൽ സ്കോപ്പ് എന്ന് പേരുണ്ട്, ഫങ്ഷൻ സ്കോപ്പ് ഉണ്ട്. ഇതെന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു var a അസൈൻ 10 എന്ന് കൊടുത്താൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫംഗ്ഷൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇതിനാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയാം. ഇനി ബ്ലോക്ക് സ്കോപ്പ് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിനുള്ളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഇഫിൻ്റെ കണ്ടീഷൻ എഴുതിയിട്ട് ലെറ്റ് var a എന്ന് എഴുതി. പക്ഷെ ആ ഇഫ് കണ്ടീഷൻ്റെ പുറത്ത് എന്ത് ചെയ്യുമ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റൂല. കാരണം അത് എന്തായി, ആ ബ്ലോക്കത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയി. അപ്പോൾ ഇതിനെയാണ് ബ്ലോക്ക് സ്കോപ്പ് എന്നുള്ളത്. പ്രോപ്പറായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മീൻസ് ബേസിക് കോഡിങ് ജാവാസ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് അറിയില്ലെങ്കിൽ മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ്, ഈ സ്കോപ്പിന് ഇത്രയും ടൈപ്പ് ഓഫ് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ സ്കോപ്പ് എന്താ പഠിച്ചു, അതുപോലെ ടൈപ്പ് എന്താ പഠിച്ചു. ഇനി സ്കോപ്പ് ചൈനിങ്ങിൻ്റെ ഒരു കഥ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതാണ്, എങ്കിലും ഞാനൊരു ബ്രീഫായിട്ടല്ല, ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതായത് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഔട്ടർ ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്നർ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു വേരിയബിൾ ഉണ്ട്, ഗ്ലോബലി ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്ലോബലി ഉള്ള വേരിയബിൾക്ക് ആരെ ആക്സസ് ചെയ്യാൻ പറ്റും, ഔട്ടർ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്ലോബൽ വേരിയബിൾ, അതായത് ഗ്ലോബൽ സ്കോപ്പ് എവിടെയും ആക്സസ് ചെയ്യാം. ഓക്കെ, അതാണ് ഗ്ലോബൽ സ്കോപ്പ്. ഇനി എന്താ വെച്ചാൽ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ആ വേരിയബിളിനെ എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ആക്സസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. വേറൊരു ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഇന്നർ ഫംഗ്ഷനും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലേ, ഇവിടെയാണ് നമ്മൾ വരുന്നത്. VO കഴിഞ്ഞിട്ടാണ് സ്കോപ്പ് ചൈനിങ് എന്നുള്ള കേസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇവിടെ VO ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കോൺസെപ്റ്റാണ്. അതായത് VO ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, ഔട്ടർ ഫംഗ്ഷനിൽ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു വേരിയബിൾ VO എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ പറഞ്ഞ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് ഫംഗ്ഷൻ ഉള്ളത് അതെന്ത് ചെയ്യും, ഇവിടെ സ്റ്റോർ ചെയ്യും. പിന്നീടാണ് ഇന്നർ ഫംഗ്ഷൻ വരെ. ഇന്നർ ഫംഗ്ഷന് വേറൊരു VO കൂടി ഉണ്ടാവും. അത് അപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് VO എന്ന് വെച്ചാൽ ഒന്നാമത്തെ VO, അതായത് വേരിയബിൾ ഒബ്ജക്റ്റ് പുറത്തുള്ളതും ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് സ്കോപ്പ് ചൈനിങ് വരുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാം, ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസിൻ്റെ പുറത്ത് ഇപ്പോൾ ചില ഗ്ലാസ് ഉണ്ടാവും, മീൻസ് അങ്ങോട്ട് കാണാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ നിന്ന് പുറത്തു നിന്നുള്ളത് ഉള്ളിലേക്ക് കാണാൻ പറ്റൂല. വൺ സൈഡ് ഗ്ലാസ് എന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾ ഗ്ലാസ് കൂളിംഗൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പുറത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റും, പക്ഷെ പുറത്തുള്ള ആൾക്കാർ ഉള്ളിലൊക്കെ കാണാൻ പറ്റും, ഇല്ല, ആക്സസ് ഇല്ല. ഇതുപോലെയാണ് ആ ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടർ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് എന്ത് ചെയ്യും, ഇന്നർ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യും. ഔട്ടർ ഫംഗ്ഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും വേരിയബിൾസും ഇന്നർ ഫംഗ്ഷനിനുള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ സ്ക്രീനിൽ എന്താ കാണിച്ചില്ല, ഒന്ന് ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോബൽ വേരിയബിൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഔട്ടർ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതിനുള്ളിലൊരു വേരിയബിൾ ഉണ്ട്, പിന്നെ ഒരു ഇന്നർ ഫംഗ്ഷൻ ഉണ്ട്, ആ ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിലും ഒരു വേരിയബിൾ ഉണ്ട്. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം, അതായത് ഗ്ലോബൽ വേരിയബിളും അതുപോലെ തന്നെ ഔട്ടർ ഫംഗ്ഷനിലുള്ള വേരിയബിളും എല്ലാം ഒന്നിച്ച് കൺസോൾ ആക്സസ് ചെയ്യുന്നുണ്ട്. എവിടെ, ഏറ്റവും ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, അതായത് ഇന്നർ
ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെയാണ് ലെക്സിക്കൽ സ്കോപ്പിംഗ് എന്നുള്ള ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൺ ആകുമ്പോൾ ടൈമിൽ നമ്മൾ പറഞ്ഞു ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇതാണ് ആ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്. ഇവിടെ ക്രിയേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വേരിയബിൾസ് ഫങ്ഷൻസ് ഒക്കെ ഒരു വിഒയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ വിഒ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ വിഒ സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ഗ്ലോബൽ വേരിയബിൾ ആയിട്ടുള്ള ഹെല്ലോ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഹെല്ലോ എന്നുള്ള ഇത് ഗ്ലോബൽ വേരിയബിൾ ഇവിടെയാണ്, ഈ വിഒയിലാണ്. ഇത് വിഒ ആണ് കേട്ടോ, ഇത് വിഒ ആണ്. ഈ വിഒയിലാണ് ഈ പറഞ്ഞ ഗ്ലോബൽ വേരിയബിൾ സ്റ്റോർ ആവുന്നത്. ഓക്കെ, ആ ഗ്ലോബൽ വേരിയബിൾ സ്റ്റോർ ആയതിന് ശേഷം വീണ്ടും നമുക്ക് എന്തെന്ന് വെച്ചാൽ വീണ്ടും ഒരു വിഒ ക്രിയേറ്റ് ആവും. എപ്പോഴാണ് ഈ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോൾ, ഈ ഔട്ടർ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോൾ. ഓക്കെ, ഈ ഔട്ടർ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോൾ ആ ഔട്ടർ ഫംഗ്ഷന് വേണ്ടി ഒരു വിഒ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഔട്ടർ ഫംഗ്ഷൻ്റെ വേരിയബിൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞ വേരിയബിൾ ഔട്ടർ വേരിയബിൾ എന്നുള്ളത്, ഔട്ടർ വേരിയബിളിന് വേണ്ടിയുള്ള വിഒ ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ വിഒ ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, വേരിയബിളും അതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത് ഔട്ടർ ഉണ്ടാവും. അപ്പോൾ ശരിക്കും റണ്ണാകുന്ന ടൈമിൽ ഇവിടെ വീണ്ടും ഒരു ഇന്നർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ആ ഇന്നർ ഫംഗ്ഷനിലാണ് ഇന്നർ വേരിയബിൾ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഇന്നർ വേരിയബിൾ ഇവിടെ എന്ത് ചെയ്യും, അതിന് വേണ്ടി ഒരു വിഒ ക്രിയേറ്റ് ആവും. ഓക്കെ, ആ വിഒ എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. ഈ വേരിയബിൾ ഒബ്ജക്റ്റ് ആണ്, അതാണ് ഇവിടെ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ആവും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വിഒ ക്രിയേറ്റ് ആവുമ്പോൾ ഗ്ലോബലി, അതായത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ സംഭവം സ്ക്രിപ്റ്റിംഗ് ഫയൽ എന്ത് ചെയ്യും, റണ്ണാവുന്ന ടൈമിൽ ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. ഓക്കെ, ഷോർട്ട് കട്ടായിട്ട് ജീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഗ്ലോബലി ഉള്ള ഈ പറഞ്ഞ എല്ലാതും, അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, വേരിയബിൾ ഡിക്ലറേഷൻ ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഔട്ടർ വേരിയബിൾ ഫംഗ്ഷൻ ഡിക്ലറേഷനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്ലോബൽ വേരിയബിൾ എന്നുള്ളതും ഇവിടെ എന്ത് ചെയ്യും, അസൈൻ ആവും. ഓക്കെ, ഇവിടെ സ്റ്റോർ ആവും, വിഒയിൽ സ്റ്റോർ ആവും. എന്നിട്ട് വീണ്ടും എപ്പോഴാണോ ഇന്നർ ഫംഗ്ഷൻ വർക്ക് ആവുന്നത്, ആ ഇന്നർ ഫംഗ്ഷനിലാണ് ഈ ഔട്ടർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്, ആ ഔട്ടർ ഫംഗ്ഷനിലാണ് ഇവിടെ എന്ത് ചെയ്യും, വിഒ വീണ്ടും ഒരു സ്റ്റോർ ആവും. അപ്പോൾ അവിടെ സ്റ്റോർ ആവുന്ന ഒരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അവിടെ വർക്കാവുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഔട്ടർ വേരിയബിൾ എന്നുള്ളത്. അപ്പോൾ ഈ ഔട്ടർ വേരിയബിൾ എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും, ഈ വിഒയിൽ. ഇതെപ്പോഴാണ് ഈ വിഒ എപ്പോഴാണ് ക്രിയേറ്റ് ആവുക, ഈ ഔട്ടർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഔട്ടർ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോഴാണ് ഈ വിഒ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിഒൻ്റെ ഉള്ളിൽ, ഈ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ഉള്ളത്, ആ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വേരിയബിൾസ് അതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, ഗ്ലോബലി ഉള്ളത് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വിഒ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ വിഒയിൽ എന്തൊക്കെ ഉണ്ടാവും, ഈ പറഞ്ഞ ഔട്ടർ ഫംഗ്ഷനിൽ എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഔട്ടർ ഫംഗ്ഷനിൽ ഉള്ളിലുള്ള വേരിയബിൾസിനെയും അതുപോലെ തന്നെ ഗ്ലോബലി ഉള്ള വേരിയബിൾസിനെയും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ console.log ഗ്ലോബൽ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്തു, കോൾ ചെയ്താലും ഇവിടെ വർക്കാവുന്ന ഇതുകൊണ്ടാണ്. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിക്കണം. ഓക്കെ, കുറച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, മീൻസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇരുന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഇന്നർ ഫംഗ്ഷൻ എന്ത് ചെയ്യും, കോൾ ചെയ്യുമ്പോൾ, അതായത് ഇന്നർ ഫംഗ്ഷൻ വർക്കാവുന്ന ടൈമിലാണ് ഒരു വിഒ കൂടി ക്രിയേറ്റ് ആവുന്നത്. ഈ വിഒയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വിഒയിലാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നർ വേരിയബിളും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഇന്നർ വേരിയബിളാണ്, വേൾഡ് എന്നുള്ള ഇന്നർ വേരിയബിളിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ ഈ ഇന്നർ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ പറഞ്ഞ ഔട്ടർ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് വിഒയും എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഓൾറെഡി എന്ത് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്നർ ഫംഗ്ഷനിൽ ഗ്ലോബൽ വേരിയബിൾ ആയിട്ടുള്ള വിഒനെയും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് റൺ ആകുമ്പോൾ തന്നെ ഗ്ലോബൽ എന്ത് ചെയ്തിട്ടുണ്ട്, വിഒ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്,
നിങ്ങൾക്ക് സോറി ഓക്കെ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇന്നർ ഫംഗ്ഷനിൽ എന്തുകൊണ്ട് ലെക്സിക്കൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ആയി, അതൊരു സംശയമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലെക്സിക്കൽ എൻവയറമെൻറ്റ് എങ്ങനെയാണ് ഈ ഇന്നർ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ആയെന്ന് വെച്ചാൽ, ഈ ഇന്നർ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ആവുന്ന തൊട്ട് മുമ്പ് ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു VO ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ എന്ത് വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇന്നർ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പേരൻറ്റിനെ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യാൻ നോക്കും. അപ്പോൾ സ്കോപ്പ് ചൈനിങ്ങിൽ എന്താ നടക്കുന്നത് വെച്ചാൽ, ആദ്യം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ റൺ ആവുന്ന ടൈമിൽ ഞാൻ ഈ ഇന്നർ ഫംഗ്ഷൻ്റെ ഈ പ്രോപ്പർട്ടിയായ ഇന്നർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈ ഇന്നർ വേരിയബിൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇന്നർ വേരിയബിൾ ഞാൻ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ, എവിടെ, ഈ പറഞ്ഞ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ നോക്കി, ഇവിടെ ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ട് ഇന്നർ വേരിയബിൾ എന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു VO ക്രിയേറ്റ് ആയിട്ടില്ല. ഈ പറഞ്ഞ ഇന്നർ ഫംഗ്ഷൻ്റെതോ അല്ലെങ്കിൽ ഔട്ടർ ഫംഗ്ഷൻ്റെതോ എന്ത് VO ഇവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് വർക്ക് ചെയ്യാത്തത്. ഇനി നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഔട്ടർ ഫംഗ്ഷനിൽ വന്നിട്ട് ഗ്ലോബലിൻ്റെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഗ്ലോബൽ വേരിയബിൾ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ വർക്കാവും. കാരണം എന്താ, ഓൾറെഡി ജാവാസ്ക്രിപ്റ്റ് റൺ ആകുമ്പോൾ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അവിടെ എന്തായിട്ടുണ്ടാവും, ഗ്ലോബലി ഉള്ള വേരിയബിൾസ് അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷണൽ ക്രിയേഷൻ നടക്കുന്ന ടൈമിൽ ഒരു ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യും, ഒരു VO കൂടി ക്രിയേറ്റ് ആവും. ആ VO എന്താണ്, ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ ദെൻ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവും. എന്നിട്ട് ഗ്ലോബൽ ആയിട്ടുള്ള വേരിയബിൾ അതിന് ഫങ്ഷൻസ് ഈ ഒരു VOയിൽ എന്ത് ചെയ്യും, സംഭവിക്കും. അതാണ് ഗ്ലോബൽ. ഓക്കെ ദെൻ ഒരു എപ്പോഴാണ് ഔട്ടർ ഫങ്ഷൻ്റെ ഉള്ളിൽ എപ്പോഴാണോ കയറുന്നത്, ആ കയറുന്ന ടൈമിൽ എന്ത് ചെയ്യും, വീണ്ടും ഒരു VO ക്രിയേറ്റ് ആവും. ആ VOയിലാണ് ഈ ഉള്ളിലുള്ള ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വേരിയബിൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഔട്ടർ ഫംഗ്ഷൻ്റെ. ഓക്കെ ദെൻ ഒരു ഇന്നർ ഫംഗ്ഷൻ്റെ മുമ്പ് ഇന്നർ ഫംഗ്ഷൻ്റെ ഒരു വേരിയബിളിലെ എന്ത് ചെയ്യും, VO ക്രിയേറ്റ് ആവും. എന്നിട്ട് അതിലുള്ള വേരിയബിളും പിന്നെ അതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ആവും. ഓക്കെ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും വെച്ചാൽ ഒരു ഇന്നർ ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇന്നർ ഫംഗ്ഷന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഔട്ടർ ഫംഗ്ഷൻ്റെയും അതുപോലെ തന്നെ ഗ്ലോബലി ഉള്ള വേരിയബിളിനെ ഫംഗ്ഷനെയും ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ VO ക്രിയേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ഗ്ലോബലിൻ്റെയും അതിൻ്റെ പേരൻറ്റ് ഫംഗ്ഷൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പറഞ്ഞ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ സ്കോപ്പ് ചൈനിങ് നടക്കുന്നത് ആദ്യം ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഫംഗ്ഷൻ ആദ്യം നോക്കുന്നത് ഓൺ സ്കോപ്പാണ്. അതായത് ഇന്നർ ഫംഗ്ഷൻ, ഇവിടുത്തെ കേസിൽ ഈ ഇന്നർ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇന്നർ ഫംഗ്ഷൻ്റെ നോക്കുമ്പോൾ ഇന്നർ ഫംഗ്ഷൻ ആദ്യം നോക്കുന്നത് അതിൻ്റെ ഓൺ സ്കോപ്പ്, അതായത് ഉള്ളിൽ എന്തെങ്കിലും വേരിയബിൾ ആക്സസ് ചെയ്യാനുണ്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൽ ഗ്ലോബൽ വേരിയബിൾ എന്നോ എന്തെങ്കിലും വേരിയബിൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ അത് ആദ്യം നോക്കുന്നത് സ്വന്തം ഫംഗ്ഷൻ ആ സ്കോപ്പിൻ്റെ ഉള്ളിലുണ്ടോ എന്ന്. അതില്ല എന്ന് അത് തോന്നിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, പേരൻറ്റ് ഫംഗ്ഷനിൽ പോയി നോക്കും, പേരൻറ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പേരൻറ്റിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. ഇനി പേരൻറ്റിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഗ്ലോബലിലേക്ക് പോകും. ഏറ്റവും ടോപ്പിൽ ഗ്ലോബലിൽ പോയിട്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും ഇതുണ്ടോയെന്ന്, എന്നിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കോപ്പ് ചൈനിങ് എന്നുള്ളത് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ടെലിഗ്രാമിൽ എന്ത് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഉണ്ട്, ദിസ് കീവേഡിൻ്റെ ഉണ്ട്. ദിസ് കീവേഡിന് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.